ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർഗോസിലെ ഒരു ഗ്രാമത്തിലാണ്. സ്പെയിനിൽ ബുർഗോസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ഗ്രാമത്തിലാണ് നമ്മളപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നതാണ്. അപ്പോൾ ലോഡ് ഇറക്കി. അപ്പോൾ ഇന്നിവിടെ ഫെസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് അവധി ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ വണ്ടി ഒതുക്കി. അപ്പം ഇനി നാളെ കാലത്താണ് ഈ പറഞ്ഞ സ്ഥലത്തിൽ ഓർഡർ എടുക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ 24 മണിക്കൂർ റെസ്റ്റ് ഇവിടെ എടുത്തു. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പം ഇനി ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറും കൂടി ഉണ്ട് ഇവിടുന്ന് യാത്ര അടുത്ത സ്ഥലത്തേക്ക് ഓർഡർ എടുക്കാൻ. അത് ഇവരുടെ കമ്പനി തന്നെയാണ്. അപ്പം നമ്മളിനി അവിടേക്ക് പോയിട്ട് അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇനിയപ്പോൾ അവിടെ നിന്ന് നാളെ ലോഡ് കയറ്റി നേരെ ബേസിലേക്ക്. അപ്പം നമുക്ക് ഫ്രീ ഓൺ ആക്കിയിട്ടുണ്ട്. അതെന്താ കാരണം എന്നുള്ളത് നമുക്ക് പോണ വഴിക്ക് സംസാരിക്കാം. നമ്മളപ്പോൾ ഇവിടെ നിന്ന് സാവധാനം നീങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിത്താണ്. നെതർലാൻഡ്സിൽ നിന്ന് കൊണ്ടുവന്നതാണത്. ഈ വിത്ത് ഇനി ഇവിടെ എല്ലാ കൃഷിയുടെ സമയത്തും ഇതുപോലെ പല സ്ഥലത്തുനിന്നും ചിലത് ലക്സംബർഗിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്, ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ തന്നെ ഹോളണ്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പെയിനിൽ നിന്ന് വിത്തുകൾ കൊണ്ടുപോയിട്ട് അവിടെയും കൃഷി ചെയ്യും. ചില മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളത്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മുടെ ഉള്ളത് വിത്താണ്. എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5 ഡിഗ്രിയിലാണ് ആ സാധനം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. വിജാദെ ലോസ എന്നാണ് ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ അത്യാവശ്യം വലിയ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ അവധി ദിവസമാണ്. ചെറിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമമായിട്ടാണ് എൻ്റെ അറിവ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അജുന്താമിയത്ത് എന്ന് പറയും. അതായത് ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ പിസീന നീന്തൽക്കുളമൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കാട് പിടിച്ചാൽ കിടക്കണേ. അതിൻ്റെ അർത്ഥം വന്നിട്ട് ആരും നോക്കാനില്ല എന്നുള്ളതാണ്. ആൾക്കാരില്ല, പുതിയ സംഭവങ്ങളാണ് എല്ലാം. കാമ്പോതെ ഫുട്ബോൾ, അതുപോലെ ഫുട്ബോൾ കളിക്കാനുള്ള പ്ലേസ്, സംഭവങ്ങളെല്ലാം നമ്മളാ കിടന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ്. പക്ഷെ ആരും നോക്കാനില്ല എന്ന് മാത്രം. ഇതാണ് ഈ പറഞ്ഞ ഗ്രാമം. അപ്പം നമ്മൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഡ്രൈവറായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. കാരണം അവർ ഇതിൻ്റെ മെയിൻ സിറ്റികളിലേക്ക് വണ്ടി കൊണ്ടുപോകുന്നതാണ്, ട്രെയിലർ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ പുള്ളിയാണ് എന്നോട് പറഞ്ഞ് ഈ വഴിക്ക് വന്നാൽ മതിയെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ വഴി കൂടെ വണ്ടി എടുത്തത്. അവിടെ ഒരു ഫ്ലാറ്റൊക്കെ കാണുന്നുണ്ട്. വീടുകളും പറമ്പുകളൊക്കെ ചുമ്മാ ഇടാന്ന് പറയില്ലേ. ശരിക്കും നമ്മുടെ സെൻറ്ററിൽ നിന്ന് അവിടെ നിന്നൊരു 40 കിലോമീറ്റർ അകത്തേക്കാണത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പക്ക ഗ്രാമം. സെൻറ്റർ എന്ന് പറഞ്ഞാൽ മെയിൻ സെൻറ്റർ അല്ല. അതെ, പിള്ളേരൊക്കെ നോക്കണമൊക്കെ വണ്ടി വന്നിട്ട്. വേറൊരു കാര്യം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യകതയില്ല. അതും ഇവരറിയാത്ത വണ്ടികൾ ഇതിലെ പോകില്ല. സ്ഥിരം വണ്ടികളാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം നമ്മളോട് വണ്ടി കണ്ട് കിടന്നപ്പോൾ ആൾക്കാരൊക്കെ അവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ. ഇന്നപ്പോൾ നമ്മളോട് കൊണ്ടുപോയി വണ്ടി ഇട്ട് കഴിഞ്ഞാൽ റെസ്റ്റ് കഴിഞ്ഞ് നാളെ കാലത്ത് ഇറക്കിയിട്ട് അവിടെ നിന്ന് ലോഡ് എടുത്തിട്ട് വീണ്ടും താഴത്തോട്ട്
വെള്ളിയാഴ്ച ഇന്നിവിടെ ഫീസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ വീട്ടിലെത്തിയാണ്. ഫീസ്റ്റ് ആയതിൻ്റെ പേരിൽ ഇന്നിവിടെ ഇന്ന് ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇറക്കാൻ പറ്റില്ല, നാളെ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് മണിക്കൂറുകൾ അപ്പുറത്തോട്ട് മാറും. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഞാൻ വണ്ടി എടുത്തതാണ്. വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് വണ്ടി എടുത്തു. അവിടെ നിന്ന് നേരെ ഫ്രാൻസ്, അവിടെ ഒരു ലോഡ് ഇറക്കാണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ബെൽജിയത്തിൽ തന്നെ 2 സ്ഥലത്ത് ഇറക്കാണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം തിങ്കളാഴ്ച ഉച്ചയായി 4 സ്ഥലത്ത് നെതർലാൻഡ്സിൽ ഇറക്കാണ്ടായിരുന്നു. അത് ഇറക്കി അവിടെ നിന്ന് ഇപ്പോഴുള്ള ലോഡ് കയറ്റി ഫ്രാൻസിൽ വന്ന് അവിടെ നിന്ന് 2ാമത്തെ ലോഡ് കയറ്റി. ഇന്നിപ്പോൾ വ്യാഴാഴ്ച, ഇന്നലെ ഞാനിവിടെ ഇറക്കി, ഇന്ന് ഫീസ്റ്റ്. അപ്പം ഇനി വെള്ളിയാഴ്ച കാലത്ത് ലോഡ് ഇറക്കി അടുത്ത ലോഡ് കയറ്റിയിട്ട് നേരെ താഴത്തേക്ക്. അപ്പോൾ ശനിയാഴ്ച രാത്രി ആകുമ്പോഴേക്കും വീട്ടിലെത്താം. ഒരു 5000 കിലോമീറ്റർ എടുത്തു. 7 ദിവസം കൊണ്ട് വീട്ടിലെത്താൻ പറ്റും. ഈ പ്രാവശ്യം എന്തായാലും 8 ആവും. അപ്പം അങ്ങനെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ട്രിപ്പിൻ്റെ പ്രത്യേകത. നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇന്നലെ വണ്ടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്നലെ രാത്രി വെളുപ്പിന് 3 മണിക്ക് പോകാമെന്ന്. പക്ഷേ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥലം കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുത്തെ റെസ്റ്റ് എടുത്തിട്ട് 24 മണിക്കൂർ റെസ്റ്റ് അവിടെ എടുത്തിട്ട് വണ്ടി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ സാവധാനം വലിയ തിരക്കില്ല. കാരണം എങ്ങനെ ഓടിച്ചാലും 2 മണിക്കൂറത്തെ അടുത്ത യാത്രയുള്ളൂ. വണ്ടിയൊന്ന് ഓടിയെന്നും വരും. നമുക്കപ്പോൾ ഇവിടുത്തെ ഗ്രാമങ്ങളൊന്ന് കാണുകയും ചെയ്യാം. എല്ലാവരും ഗ്രാമങ്ങൾ വിട്ട് സെൻട്രലിലേക്ക് പോകണോണ്ട് നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്തുള്ള വീടുകളൊക്കെ അടഞ്ഞു കിടക്കുക. അവർ വേനൽക്കാലത്ത് മാത്രമേ വരുള്ളൂ. ഇവിടെയൊക്കെ വളരെ വിലക്കുറവാണ് വീടിന്. പക്ഷേ നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 1000 കിലോമീറ്റർ അടുത്തുണ്ട്. അതാണ് കുഴപ്പം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെ വീടുകൾ കിട്ടാനില്ല. അവിടെ ഭയങ്കര മാർക്കറ്റാണ്. കാരണം ഇവിടെ ഇപ്പം തണുപ്പല്ല, അവിടെ ഇപ്പം നല്ല ചൂടായിരിക്കും. ഇവിടെ ചൂടിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. അതുകൊണ്ടായിരിക്കണം. പിന്നെ ബീച്ചുകളുണ്ട് കുറേ. ഇതെന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൃഷി സ്ഥലങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിനുള്ള ആൾക്കാരില്ല, അതിനുള്ള താമസം ഇവിടെ ഇല്ല. എല്ലാവരും ഇവിടെ നിന്ന് സിറ്റി സെൻറ്ററിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക. അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി റേറ്റാണ്. ബിസ്കോദിസ്. ഇപ്പം നമ്മൾ ഗ്രാമത്തിലേക്ക് കയറണം എന്നാണ് തോന്നണത്. ഇതാണ് സ്പെയിനിൻ്റെ നോർത്ത് സൈഡ്. വേനൽക്കാലം വരുമ്പോൾ മഴയൊക്കെ കുറയും. പക്ഷെ എങ്കിലും ഇവിടെ എപ്പോഴും പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. വെയിൽ കുറവാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മാഡ്രിഡിൻ്റെ താഴ്ത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മഴകളൊക്കെ ഞങ്ങൾക്ക് വളരെ കുറവാണ്. ഇത് ഏതോ ഗ്രാമത്തിലേക്ക് വേണതാ. ചെറിയ ഗ്രാമങ്ങളുണ്ടാവും. ഇതെല്ലാം ഉണ്ടാവുന്ന വീടുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക.
ഇങ്ങനത്തെ റോഡ് വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ റോഡ് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇന്നലെ വന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകം റോഡായിരുന്നു. അതുകൊണ്ടായിരിക്കും പുള്ളിയോട് പറഞ്ഞ് ഈ റോഡിൽ കൂടെ പോയാലായിരിക്കും നല്ലതെന്ന്. ശോകം റോഡെന്ന് പറഞ്ഞാൽ ചെറിയ റോഡുകൾ ഗ്രാമത്തിൻ്റെ അകത്തേക്കൊക്കെ ഒരൊറ്റ വണ്ടി ട്രെയിലർ കയറി കഴിഞ്ഞാൽ തിരിച്ച് വേറൊരു ട്രെയിലറിന് പാസ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ഗ്രാമം, അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാവും. അതൊരു പള്ളിയാണ്. അധികം ആൾക്കാരൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. നമുക്ക് താല്പര്യമാണെങ്കിൽ പള്ളി പോയാൽ മതി. ഈ പിള്ളേരെ ഇതിൻ്റെ സമയത്ത്, അതായത് ഇവിടെ കാറ്റീസം പഠിക്കുന്ന സമയത്ത്, അതിന് ആഴ്ചയിൽ ഒരിക്കലും 1 മണിക്കൂറിന് ക്ലാസ്സുള്ള. അപ്പോൾ പോയില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്ന പരിപാടികളൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞാൽ മതി, വരാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. ആഴ്ചയിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച 1 മണിക്കൂർ ക്ലാസ് വൈകിട്ട്. അത് 3 വർഷത്തേക്കുണ്ട്. 3 വർഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ എൻ്റെ രണ്ടാമത്തെ കൊച്ചിൻ്റെ അവൻ പോണുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തുടങ്ങുള്ളൂ. വെക്കേഷനാണ്, കാറ്റീസിന് വെക്കേഷൻ. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാമെന്ന് മാത്രം. അതിനിപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയേക്കാം. ഇവിടെ പിന്നെ നിർബന്ധിതമല്ലാത്തതുകൊണ്ട് ആൾക്കാർ പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ട് പോകണമെന്ന് മാത്രം. അത് നമ്മൾ ഫാമിലി ഒരു ഔട്ടിങ്ങൊക്കെ പോകണ മാതിരി ഒരുമിച്ച് ഒന്ന് പള്ളിയിൽ പോയി കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത്, അപ്പോൾ ഫാമിലീസൊക്കെ അവിടെ വരും, കണ്ട് മീറ്റ് ചെയ്ത്, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ. നമ്മളപ്പോൾ ഇനി മെയിൻ റൂട്ടിലേക്ക് കയറണുള്ള കൂട്ടുകാരാ. അവിടെ ചെറിയൊരു ഗ്രാമമുണ്ട്, ഒരു 5-8 വീടുകൾ. അതെല്ലാം പൊളിഞ്ഞാണ് കിടക്കണേ. എൻ്റെ അർത്ഥം വന്നിട്ട് താമസം ഇല്ലാന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി 3 മണിക്ക് വരാമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്, എൻ്റെ റെസ്റ്റ് കഴിഞ്ഞിട്ട്. പക്ഷെ 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇഞ്ചാതി കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. തിരക്കുണ്ടായിരുന്നെങ്കിൽ പോകുന്നതന്നെ, പക്ഷെ നമുക്ക് തിരക്കില്ലായിരുന്നു. ഇനി ഇവിടുന്ന് ഒരു 119 കിലോമീറ്റർ. BU 552. BU എന്ന് പറഞ്ഞാൽ ബുർഗോസിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇപ്പോൾ റോഡുകളിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതുപോലെ എഴുതി വയ്ക്കാം. ഏത് കമ്മ്യൂണിറ്റീനെ ആശ്രയിച്ചിട്ടാണ് ഈ റോഡ് നിലനിൽക്കണേ എന്നുള്ളത് ഓരോ നമ്പറുകളോട് തന്നെ. അതിൻ്റെ കൂടെ തന്നെ അവിടെ കിലോമീറ്ററും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പം എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും എമർജൻസിക്ക് നമ്മൾ പോലീസിനെ വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, ഞാൻ ഇന്നമാതിരി BU 10 കൊടുത്താണ് നമ്പർ, അതിൻ്റെ അടിയിൽ തന്നെ കിലോമീറ്റർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവന്മാർ സ്പോട്ടിൽ ഇവിടെ എത്തും. ഏകദേശം ഓരോ കിലോമീറ്ററിനും അതുപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും.
എഴുതി വെച്ചാണ് BU 552 കിലോമീറ്റർ 31. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഹൈവേയിലാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോണേന്നുള്ളതുകൊണ്ട് പറയേണ്ടി വരും ഏത് ഡിറക്ഷനാണ്. കാരണം എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടായതുകൊണ്ട് വണ്ടികൾക്ക് വരാനായിട്ട് പോലീസിന് വരാനായിട്ടുള്ള ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ അവർ കറങ്ങി ഇത് കയറി വരണ്ടേ, 2 പാർട്ടായതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ വല്ല മൃഗങ്ങളെ വണ്ടി അടിച്ചിടെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ട് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊന്ന് നോക്കിയോളും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വിശാലമായിട്ട് അടുത്ത ഒരു ഗ്രാമത്തിലേക്കും കൂടെ കയറി നിൽക്കണം. ഇവിടെ കുറച്ചും കൂടെ ആൾത്താമസമൊന്നും ഇല്ല, ഇത് അടച്ചിട്ടേക്കാം. അപ്പം പറയാൻ ബാക്കിയായിട്ട് അത്യാവശ്യം മൂവ്മെന്റ്സ് ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. വലിയ വീടുകളൊക്കെ അതേ ഇത് പോയിട്ട് വീണ്ടും റീകൺസ്ട്രക്ഷൻ ചെയ്തല്ലേ കണ്ട. അതൊക്കെ അടച്ച് ഇവര് ടീമുകളൊക്കെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ പുറത്ത് പോയി സിറ്റി സെന്ററിലേക്ക് പോയിട്ട് താമസം തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വീട് അങ്ങനെ തന്നെ റീകൺസ്ട്രക്ഷൻ അവർ ചെയ്യില്ല. ഇതൊക്കെ അടഞ്ഞടക്കണ വീടുകളാണ്. ഇത് അടഞ്ഞടക്കണ വീടാണ്. അതിൻ്റെ ജനലൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ താമസയോഗ്യം വന്നിട്ട് വേനൽക്കാലത്താന്ന് മാത്രം. ഇതിൻ്റെ പേരാണ് കാസ്ത്രോ ബാർത്തോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ റൂട്ടിലേക്ക് കയറും. സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 70. ചെറിയൊരു വളവുണ്ട്. ഇത് ചെറിയൊരു ഗ്രാമത്തിലേക്ക് പോണതാണ്. കന്തേര അല്ല, ഇത് അടച്ചിട്ടേക്കണ കണ്ട. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടപ്പം. വലിയൊരു വഴിയാണത് അവിടേക്ക് പോണത്. ഒന്നില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററി എന്തെങ്കിലും ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഇതുപോലെ അടച്ചിടാവാതെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാമറകൾ ഉണ്ടാവേണ്ടതാണ്, നമ്മളറിയാതെ തന്നെ. ചെറിയ റോഡുകളും സംഭവങ്ങളും. ഇത് അപ്ഡേറ്റ് ഒരു ഗ്രാമമുണ്ട് ആ അറ്റത്ത്. ഇതൊരു ബസ് സ്റ്റോപ്പ് ആയിരിക്കാനാണ് സാധ്യത ഈ കാണുന്നത്. അതെ, ഇവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ്. ഇവിടെയൊക്കെ ദിവസത്തിൽ 1-2 അങ്ങനെ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ.
പക്ഷേ എങ്കിലും അത് ഇടാതിരിക്കാനായിട്ട് ഗവൺമെൻറ്റിന് പറ്റില്ല. സ്ഥിരം ആൾക്കാരായിരിക്കും അവിടെ. ഇനി കൊളീന. ഇതാണ് കൊളീന എന്ന് പറയുന്ന ഗ്രാമം. എൻ്റെ ഊഹ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെയാണ് നമുക്കും പോകേണ്ടത്. അപ്പം നമ്മളൊരു കുന്ന് കയറി പോകണോ എന്നൊരു സംശയമുണ്ട്. കൊളീന എന്ന് പറയുന്ന ഗ്രാമം ഇവിടെ വെച്ച് തീർന്നു. നോർത്തിലേക്ക് ഈ ഭാഗത്തേക്ക് ഇപ്പം ഇനി ചൂടുകാലമൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് പൊറ്റാറ്റോ, മന്ദരീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് അവിടേക്ക് കൊണ്ടുപോകാനുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ലോഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഉരുളക്കിഴങ്ങാണ് സാധാരണ ഇവിടേക്ക് കൊണ്ടുവരിക. ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരാണ് ഇവിടുത്തെ സിറ്റികളിലേക്ക് സംഭവം ഇറക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ ഗ്രാമത്തിൻ്റെ അകത്തേക്ക് ആയിരിക്കും. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഒരു 50 കിലോമീറ്റർ സെൻറ്ററിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ അകത്തേക്കാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പക്ക ഗ്രാമമാണ്. അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ അതാണ്. ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ പുറത്തേക്കുള്ള ലോഡുകൾ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ യാത്രകളൊക്കെ ആയിരിക്കും. അപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ടെൻഷനില്ലാത്ത യാത്രയാണ്. കാരണം എനിക്ക് എപ്പോൾ വേണമെങ്കിലും എത്തിയാൽ മതി അവിടെ. കാരണം നാളെ കാലത്തെ ലോഡ് ഇറങ്ങും. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ നിർത്തി ഒരു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ പോകാനായിട്ട് രസമായിരിക്കും. അടുത്ത ഒരു ഗ്രാമത്തിലേക്ക് വീണ്ടും നമ്മൾ കയറണം. ഇവിടെയൊക്കെ കറണ്ട് വലിച്ചേക്കണത് ഈ ലൈനിൽ കൂടെ നമ്മുടെ നാട്ടിൽ വലിച്ചേക്കണ മാതിരി കറണ്ട് ലൈൻ പോലെ തോന്നണേ. അതെ, ഇവിടെ വണ്ടി നിർത്തുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ. En 1,5 kilómetros, gira a la derecha en la Nacional 629. ചെറിയൊരു ഗ്രാമം. ഇനി ഇവിടുന്ന് നമ്മളൊരു ഹൈവേയിലേക്ക് കയറാനുള്ള പാടിലാണ്. Turn right onto N629, signs for Laredo, Espinosa de los Monteros. En la señal de stop, gira a la derecha. ഇവിടെ നിന്ന്
El Crucero. Take the second right onto N629, signs for Laredo, Espinosa de los Monteros. ഇവിടെ നിന്നുള്ള കാഴ്ചകൾക്ക് വ്യത്യാസം ഉണ്ടാവും, കാരണം നമ്മളൊരു ഇതിലേക്ക് കയറണം. ഒരു നാഷണൽ റൂട്ടിലേക്ക് കയറണം. Continue on N629 for 1 kilometer. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ സെയിം നാഷണൽ റൂട്ടിലേക്ക് കയറണം. Sal de la rotonda por la quinta salida. El Roberto. ചെറിയ ഫാമുകളൊക്കെ ഇവിടെ ഉണ്ട്. മേയാൻ വിട്ടണമെങ്കിൽ In 600 meters, at the roundabout, take the fourth exit onto Carretera Villalas, Crucero, Diseminador. Sal de la rotonda por la quinta salida por la CL 629. ഇതാണ് എൽ ക്രൂസേരോ എന്ന് പറയുന്ന ഗ്രാമം. ഇവിടെ നിന്ന് നേരെ അടുത്ത ഇതിലേക്ക് കയറണം നമുക്ക്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വർത്തമാനം പറയാനായിട്ട് കൂടണത് ഇതുപോലെ സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ ബൈക്ക് റേസിങ്ങിൻ്റെ ടീമുകൾ ഈ ബൈക്കിന് വേണ്ടി ഇറങ്ങുന്നത് ഇവരൊക്കെ ഇവിടുന്ന് കൂടിയിട്ട് കാപ്പി പിടിച്ചിട്ട് Exit the roundabout onto Carretera Villalas, Crucero. അടുത്ത സ്ഥലത്തേക്ക് Continue പോകും. on CL629 for 17 kilometers. Sigue por la CL 629. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇനി ഇവിടുന്ന് ഒരു 105 കിലോമീറ്റർ ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് സാവധാനം സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ യാത്രയാവുന്നു മാത്രം. ഇതൊരു ചെറിയൊരു ശോകം. എൻ്റെ അമ്മ ഒരു പോയിന്റാണ് ഇത്. ഇവിടെയും ആൾതാമസം ഇല്ല. അപ്പോൾ ഇതും വെക്കേഷണൽ വീടുകളാണെന്ന് തോന്നുന്നത്. ഇവിടെ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഇനിയൊരു 103 കിലോമീറ്റർ. കൂട്ടുകാരെ, ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര. എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അവിടെ ഒരു റഡാറിനി ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ആ കട്ടി കേട്ടപ്പോഴാണ് മനസ്സിലായ റഡാർ എന്നുള്ള സാധനം ഇവിടെ ഇരിപ്പണം. റഡാറിൻ്റെ സൈൻ ബോർഡുകളൊന്നും നേരത്തെ കണ്ടിരുന്നില്ല.
പക്ഷെ ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായി എൻ്റെ വയസ്സ്. അങ്ങനത്തെ ചില ഒച്ചകളൊക്കെ ഇതിൽ നിന്ന് വരും മാപ്പിൽ നിന്ന്. അപ്പോൾ അതും കൂടെ എന്തായാലും കഴിഞ്ഞു. ഈ വഴിയും കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിൽ 2 ടീമുകൾ വരുന്നുണ്ട്. അവർക്ക് ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ വഴി നോക്കി അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ട് അങ്ങനെ പോവുകയും ചെയ്യാം. ഇവരെ പിടിച്ചാൽ നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ട്രക്കുകാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എവിടെയാണ് റഡാറുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ചെറിയ ഗ്രാമമാണ്. പകുതി താമസക്കാരുള്ളൂ, പകുതിയൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട്. കാർന്നമാർ വൈകിട്ട് നടക്കാനിറങ്ങുന്ന നോക്കി ഇപ്പോൾ വന്നിട്ട് 13 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. നടക്കാനിറങ്ങുന്ന ടീമുകളെ നടക്കാനിറങ്ങണത് അല്ലെങ്കിൽ വൈകിട്ട് പള്ളിയിൽ പോണതാണ്. നമുക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം. പണ്ടത്തെ ആളെ ചിലപ്പോൾ ഡ്രൈവറൊക്കെ ഇരിക്കണം. അപ്പോൾ ആ ഗ്രാമവും കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അപ്പോൾ ബൈ.